കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ അവന്റെ അടിമ ജീവിതത്തിൽ നിന്ന്, ജന്മിമാരുടെ ക്രൂരമായ പീഡനത്തിൽ നിന്ന്, തൊഴിൽ ചൂഷണത്തിൽ നിന്ന്, ശാരീരിക ചൂഷണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയോഗിച്ച VS അച്യുതാനന്ദൻ ആ നാട്ടിലെ മനുഷ്യന്റെ ജീവിത സാഹചര്യത്തെ മാത്രമല്ല കേരളത്തിലെ ആകെ അടിച്ചമർത്തപ്പെട്ടവന്റെ, തൊഴിലാളികളുടെ, സാധാരണക്കാരന്റെ, പട്ടിണിക്കാരന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ഉജ്ജ്വലമായ ജീവിതമാണ് 101 വർഷം പിന്നിടുമ്പോൾ രാജോചിതമായി, വീരോചിതമായി ജന്മനാട്ടിലേക്ക് മടങ്ങുന്നത്. ആയിരങ്ങളല്ല, പതിനായിരങ്ങളാണ് വഴിയോരങ്ങളിൽ VS എന്ന മഹാമനുഷ്യയെ കാണാനായി കാത്തു നിൽക്കുന്നത്. തൻ്റെ ജന്മം, തൻ്റെ ജീവിതം, തൻ്റെ യൗവനം, തൻ്റെ വാർദ്ധക്യം ഒക്കെ ഈ നാട്ടിലെ മനുഷ്യൻ്റെ മോചനത്തിനായി, അവൻ്റെ ജീവിത അവസരങ്ങളെ മെച്ചപ്പെടുത്താനായി മാറ്റിവെച്ച പോരാളിയാണ് ഇന്ന് ഈ ദേശീയപാതയിലൂടെ കടന്നു വരുന്നത്. തിരുവനന്തപുരത്തെ ദർബാർ ഹാളിൽ ആയിരങ്ങളല്ല, പതിനായിരക്കണക്കിന് മനുഷ്യരാണ് അദ്ദേഹത്തെ കാണാനെത്തിയത്. ഇന്നലെ AKG സെൻറ്ററിലും അതുപോലെ തന്നെ ഒത്തുകൂടിയ മനുഷ്യർ. VS അന്തരിച്ചു എന്ന വാർത്ത കേട്ട് കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം, 1 മണിക്കൂറിനുള്ളിൽ തന്നെ തിരുവനന്തപുരം നഗരം ജനസാഗരമാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. എവിടെ നിന്നാണ് ഈ മനുഷ്യരിത്രയും ഇവിടേക്ക് പാഞ്ഞെടുത്തത്, ഇവിടേക്ക് ഒഴുകിയെത്തിയത് എന്ന് ആരും അത്ഭുതപ്പെട്ടു പോകും. അത്രമാത്രം വലിയൊരു ജനക്കൂട്ടമാണ് ഇന്നലെ തിരുവനന്തപുരത്ത് AKG സെന്ററിന് മുന്നിൽ കാണാൻ കഴിഞ്ഞത്. പാതിരാത്രിയോളം, മണിക്കൂറുകളോളം ക്യൂ നിന്ന് മനുഷ്യർ ആ മനുഷ്യനെ, VS-നെ ഒന്ന് കാണാനായി കാത്തു നിൽക്കുന്ന ചിത്രമാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്ന് ദർബാർ ഹാളിലും സമാനമായ സാഹചര്യമായിരുന്നു. എവിടുന്നൊക്കെയോ ഒഴുകിയെത്തിയ മനുഷ്യർ, ശാരീരികമായ വൈകല്യങ്ങളുള്ള മനുഷ്യർ, ശാരീരികമായ ബുദ്ധിമുട്ടുള്ള മനുഷ്യർ, പ്രായമായവർ, കുഞ്ഞുകുട്ടികൾ, ചെറുപ്പക്കാർ ഒക്കെ പ്രായത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ അതീതമായി VS എന്ന മനുഷ്യനെ, VS എന്ന കേരളത്തിൻ്റെ ഉജ്ജ്വലനായ പോരാളിയെ കാണാൻ എത്തിച്ചേരുന്ന ഒരു കാഴ്ച. 2:30 ദർബാർ ഹാളിൽ നിന്ന് അദ്ദേഹത്തിന് ഔദ്യോഗികമായ വിടവാങ്ങൽ നൽകിയ ശേഷം ആ ബസ്സിനുള്ളിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതശരീരം അതിലേക്ക് കയറ്റി ഏതാണ്ട് 6-7 മണിക്കൂർ പിന്നിടുമ്പോഴും തിരുവനന്തപുരം ജില്ല പിന്നിടാൻ ഈ വിലാപയാത്രയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അത്രമാത്രം മനുഷ്യരാണ് VS എന്ന 2 അക്ഷരത്തെ ഒരു നോക്ക് കാണാൻ ഈ തെരുവോരങ്ങളിൽ, വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുന്നത്. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തന്മുദ്രകൾ. നിറയെ ചുവന്ന പൂക്കൾ, ഒരു ദശകമിവിടെ ഇതു വിട ചൊല്ലി മറയുന്നു, ഒരു പൂമരക്കാറ്റു പെയ്ത പോലെ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തന്മുദ്രകൾ. നിറയെ ചുവന്ന പൂക്കൾ, നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തന്മുദ്രകൾ. പോരാട്ടത്തിൻ്റെ കഥകൾ മാത്രമാണ് VS-ന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. ഈ നാട്ടിലെ സാധാരണപ്പെട്ട മനുഷ്യന് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെക്കുന്നതിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട ഒരു ചിന്ത പോലും VS-നുണ്ടായിരുന്നില്ല. 17-ാമത്തെ വയസ്സിൽ ആസ്പിൻവാൾ കമ്പനിയിലെ ജോലി ഉപേക്ഷിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനാകാൻ അദ്ദേഹത്തിന് ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. P. കൃഷ്ണപിള്ള ചോദിക്കുന്നു, താങ്കൾക്ക് കുട്ടനാട്ടിലേക്ക് പോകാമോ? അവിടുത്തെ മനുഷ്യൻ്റെ ജീവിതം അടിമ സമാനമാണ്, മൃഗങ്ങളെക്കാൾ ദുരിതത്തിലാണ് അവിടുത്തെ കർഷക തൊഴിലാളികൾ ജീവിക്കുന്നത്. രാവിലെ 6 മണിക്ക് പാടത്തിറങ്ങിയാൽ രാത്രി 9 മണിയായാലും അവർക്ക് കയറാൻ കഴിയില്ല. ജന്മിമാരുടെയും ഗുണ്ടകളുടെയും ശാരീരികമായ പീഡനങ്ങൾ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്നു, പുരുഷന്മാർക്ക് നേരിടേണ്ടി വരുന്നു. മടയുറപ്പിക്കാൻ ഈ പറയുന്ന മനുഷ്യരെ, ജോലിക്കാരെ ചവിട്ടി കരിനിലത്തിലേക്ക് താഴ്ത്തിയിരുന്ന ഒരു കാലഘട്ടം. ഈ കുടിയാന്റെ രക്തം, ജീവനുണ്ടെങ്കിലേ മടകൾ കുറപ്പുണ്ടാകൂ എന്ന് ഇവർ ധരിപ്പിച്ചു വെച്ചിരുന്നു ആ മനുഷ്യരെ, ആ തൊഴിലാളികളെ. അവർ സ്വമേധയാ അല്ലെങ്കിൽ കൂടിയും ഭയന്നാണെങ്കിലും അവർ അതിന് വഴങ്ങേണ്ടി വന്നു. അങ്ങനെ എത്രയോ മനുഷ്യർ ആ കുട്ടനാട്ടിലെ കരിനിലങ്ങളിൽ ചവിട്ടി താഴ്ത്തപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം. സ്ത്രീകൾക്ക് മേൽ ജന്മിമാർക്കാണ് അവകാശം.
അവരുടെ ജോലിക്ക് കൂലിയില്ല, കൂലി ചോദിച്ചാൽ മർദ്ദനമായിരുന്നു, അല്ലെങ്കിൽ അവർ താമസിച്ചിരുന്ന കുടികിടപ്പ് ഭൂമിയിൽ നിന്ന് അവരെ ചവിട്ടി പുറത്താക്കുമായിരുന്നു. അങ്ങനെ മൃഗസമാനമായ ജീവിതം നയിച്ചിരുന്ന ആ മനുഷ്യരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി VS-നെ ചുമതലപ്പെടുത്തുന്നത്. തൻ്റെ ജോലി പോകുമെന്നറിഞ്ഞിട്ടും തൻ്റെ കുടുംബത്തിലേക്കുള്ള ഏക വരുമാന മാർഗം ഇല്ലാതാകുമെന്നറിഞ്ഞിട്ടും VS അതിൽ നിന്ന് പിന്മാറിയില്ല. അദ്ദേഹം ആ ദൗത്യം ഏറ്റെടുക്കുന്നു. പി കൃഷ്ണപിള്ള നൽകിയ 5 രൂപയും കൊണ്ട് VS കുട്ടനാട്ടിലേക്ക് പോവുകയാണ്. കുട്ടനാടിനെ അടുത്തറിയാവുന്നവർക്ക് ഇപ്പോഴും അറിയാം കുട്ടനാട്ടിലെ ജീവിതം എങ്ങനെയാണ് എന്ന്. എല്ലാ ഭാഗങ്ങളിലും വെള്ളം നിറഞ്ഞു കിടക്കുന്ന ആ ഭൂപ്രദേശം അന്ന് എങ്ങനെയായിരിക്കും, 1937-40 കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കുമെന്ന് എല്ലാവർക്കും ആലോചിക്കാവുന്നതേ ഉള്ളൂ. VS അവിടേക്ക് ചെല്ലുന്നു. ഒരു മനുഷ്യർ പോലും VS-നോട് മിണ്ടാൻ ഭയമാണ്. കാരണം ജന്മിമാരുടെ ഗുണ്ടകൾ കണ്ടാൽ അതിഭീകരമായ മർദ്ദനമായിരിക്കും, ജോലി നഷ്ടപ്പെടും, കിടക്കുന്ന ഭൂമിയിൽ നിന്ന് കുടിയിറക്കപ്പെടും. അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ VS ഓരോ മനുഷ്യൻ്റെയും അടുത്തേക്ക് പോയി അവരുടെ ജീവിതാവസ്ഥ ചോദിച്ച് മനസ്സിലാക്കി. ഇതിനൊരു മാറ്റമുണ്ടാകണം, അതിന് കർഷക തൊഴിലാളി യൂണിയൻ ഉണ്ടാകണം, നിങ്ങളെല്ലാവരും ഇതിൻ്റെ ഭാഗമാകണം എന്നൊക്കെ പറഞ്ഞ് ആ മനുഷ്യരെ, അവർക്ക് അറിവിൻ്റെ പുതിയ വാതായനങ്ങൾ തുറക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. സംഘടന കൊണ്ട് ശക്തരാകുവിൻ എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശം അതിനു മുമ്പ് തന്നെ ആ പ്രദേശങ്ങളിലൊക്കെ എത്തിയിരുന്നു. ആ ഒരു ഊർജം കൂടി ഇവർക്ക് നൽകാൻ VS-ന് കഴിഞ്ഞു. അങ്ങനെയാണ് കുട്ടനാട് മേഖലയിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചേർത്ത് നിർത്താൻ VS-ന് കഴിഞ്ഞത്. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് എഴുതിയതൊക്കെ നമ്മൾക്ക് പലയിടങ്ങളിലായി വായിക്കാൻ കഴിയും. വെളുപ്പിന് 4 മണിക്ക് ഉണർന്നെണീക്കും. അതിഭീകരമായ തണുപ്പുള്ള സമയമാണ് അന്ന് കുട്ടനാട്ടിൽ. അദ്ദേഹത്തിന് ഒരു ജോഡി ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 4 മണിക്ക് എണീറ്റ് ഈ ഡ്രസ്സ് കഴുകി ഇടും, ആ കൈതോലകളിൽ ഇടും. ആ കാറ്റേറ്റ് ആ ഡ്രസ്സ് ഉണങ്ങുന്നത് വരെ അവിടെ ഇരിക്കും. അത് കഴിഞ്ഞ് ആ ഡ്രസ്സും ഇട്ടുകൊണ്ടാണ് അദ്ദേഹം അന്നത്തെ സംഘടനാ പ്രവർത്തനത്തിനായി പോയിരുന്നത്. ആ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ VS പലയിടങ്ങളിലായി പങ്കുവച്ചിട്ടുണ്ട്. പിന്നീടാണ് അദ്ദേഹം പുന്നപ്ര വയലാർ സമരത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്നത്. സർ CP-യുടെ കിരാത ഭരണത്തിനെതിരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐതിഹാസികമായ പോരാട്ടം പുന്നപ്രയിലും വയലാറിലും 1946 കാലഘട്ടത്തിൽ നടക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കാൻ TV തോമസും R സുഗതനും അതുപോലെ തന്നെ VS-ഉം അടക്കമുള്ള PK ചന്ദ്രാനന്ദനും അടക്കമുള്ള നേതാക്കന്മാർ മുൻനിരയിൽ നിന്നുകൊണ്ട് അവിടെ പോരാട്ടുക. KV പത്രോസ് അടക്കമുള്ളവർ സായുധമായ പോരാട്ടത്തിന് അവിടെ നേതൃത്വം നൽകുകയാണ്. സർ CP അമേരിക്കൻ മോഡൽ എന്ന് പറയുമ്പോൾ സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന് പറയുമ്പോൾ അതിനെതിരായ പോരാട്ടമായി ഈ സമരം. അത് ആ നാട്ടിലെ കർഷക തൊഴിലാളികളുടെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. ആ നാട്ടിലെ അടിമ ജീവിതങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. ആ നാട്ടിലെ സാധാരണക്കാരൻ്റെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. അതിനുശേഷം നടന്ന അതിഭീകരമായ പോലീസ് നരനായാട്ടിൽ നൂറുകണക്കിന് തൊഴിലാളികളാണ് അവിടെ സർ CP-യുടെ പട്ടാളത്താൽ കൊല ചെയ്യപ്പെടുന്നത്. ആ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തു പിന്നീട് ഒളിവിൽ പോകേണ്ടി വന്ന VS-നെ പൂഞ്ഞാറിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് അതിഭീകരമായ മർദ്ദനത്തിന് വിധേയമാക്കുന്നു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ കാലഘട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്ക് നേരിടേണ്ടി വന്നത് അതിഭീകരമായ മർദ്ദനമായിരുന്നു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 1947 ശേഷവും നമുക്കറിയാം കോൺഗ്രസിൻ്റെ ഭരണകൂടങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമവും രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നടത്തിയിരുന്ന കാലഘട്ടങ്ങളിലും കേരളത്തിൽ ഐതിഹാസികമായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ VS അടക്കമുള്ള AKG അടക്കമുള്ള EMS അടക്കമുള്ള നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്